അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖമാണ്. നോക്കാൻ നിങ്ങൾ തൊടുകയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. കുറച്ച് സ്ഥലമുള്ളൂ ഉള്ളത് മുന്നിൽ. അപ്പോൾ ഒരു ബദാം ചെടി ഉണ്ടായിരുന്നു, ബദാം മരം. നോക്കാൻ നിങ്ങൾ അതിമത്തെ ഇല കൊണ്ട് കൊഴിഞ്ഞിട്ട്, അതുമല്ല കറണ്ടിൻ്റെ ലൈൻ കമ്പി ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് വെട്ടിക്കളയുക. പിന്നെ കുറേ ആവശ്യമില്ലാത്ത ചെടിയൊക്കെ മുളച്ചിട്ടുണ്ട്, അതൊക്കെ പറിച്ച് കളഞ്ഞങ്ങാണ്ട് എടുക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട്. ഈ പൂവൊക്കെ ഞമ്മൾതാണ് കേട്ടോ. ഈ പൂവിൻ്റെ പേരാണ് കനകാമരം പൂവ്. ഇതിൻ്റെ അമ്മ പറിച്ച് കെട്ടും. ഇനി അത് മറ്റന്നാൾ കല്യാണമുണ്ട്, അപ്പോൾ പറിച്ച് കെട്ടും. പറിച്ചു കൊടുത്താൽ കെട്ടിത്തരും. പക്ഷേ ഞമ്മക്കങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ പിന്നെ മുപ്പത്തിയേർക്ക് ഞാൻ കെട്ടൽ നിർബന്ധമാണ്. അത് ആ കാണുന്ന ബാത്റൂമൊക്കെ അടുത്തുള്ള കേട്ടോ, സിമെൻ്റ് ഇട്ട സ്ഥലം. ഈ മൈലാഞ്ചി മരം കാണുന്നത് നമ്മളതാണ്. ഈ മുരിങ്ങ, വായ ഇതൊക്കെ നമ്മൾ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കാണ് റോഡാണ് കേട്ടോ, മണ്ണ് റോഡാണ്. ഇൻഷാ അല്ലാഹ് റോഡ് പണി നടക്കുന്നൊക്കെ പറയുന്നുണ്ട്, എന്തോന്നറിയില്ല. അപ്പോൾ പുതിയ പ്ലക്കാക്ക അത് വലിച്ചു കൊണ്ടുവന്നിടുകയാണ് മരം വെട്ടിങ്ങാണ്ട്. ഈ കാണുന്നതാണ് ചുണ്ടക്ക മരം, ചുണ്ടക്ക ചെടി. അതിന് നിറച്ച് കായ ഉണ്ടാവും. ആ കായ വെച്ച് തിന്നാൽ നല്ലതാണ്, ചോര ഉണ്ടാകാനും ഇതിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. നമ്മൾ തിന്നലുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് നമ്മളെ ചെമ്പരത്തി ചെടി. ഇതാണ് നമ്മളെ വീടിൻ്റെ മുൻഭാഗം, സിറ്റ് ഔട്ട്. ഇത് പരണ്ട ചെടി എന്ന് പറയും. പരണ്ട മുട്ടിൻ്റെ ജോയിൻറ്റിനൊക്കെ വേദനക്ക് നല്ലതാണ്. നമ്മൾ അത് അരച്ച് എണ്ണയിൽ വാട്ടിങ്ങാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വാട്ടി, പച്ചമുളക് ഇട്ട് വാട്ടിങ്ങാണ്ട് ചമ്മന്തി അരക്കുക. ഇതാണ് നമ്മളെ കറുത്തുമരം. വായ ഒരു കൊലുണ്ട്. ഇതാണ് നമ്മളെ ചെറിയ തോട്ടം. അപ്പോൾ ഇതൊക്കെ വെട്ടിങ്ങാണ്ടേ ഒന്നും ഇങ്ങോട്ട് ക്ലീൻ ചെയ്തിങ്ങാണ്ട് എടുക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടാളും കൂടി. അപ്പോൾ മൈലാഞ്ചിയും നല്ലോണം വളഞ്ഞെത്തിക്കണ്. നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് 3 മാസമായില്ലേ. അപ്പോൾ അത്രയും ദിവസം ആവശ്യമില്ലതും ആവശ്യമില്ലാത്തൊക്കെ മുളച്ചവിടെ കിടക്കുകയാണ്. മണി പ്ലാന്റൊക്കെ ഉണ്ട് അടിയിൽ കൂടെ ഉണ്ട് വളർന്നിട്ട് ആകെ പടന്നിട്ടീന്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് ശരിയാക്കി. ചെമ്പരത്തി ചെടിയും തന്നെ നല്ലോണം പൂവുണ്ടാവും, അതുകൊണ്ട് വളർന്ന് കാട് മൂടിയിരിക്കണ്. അപ്പോൾ അതൊക്കെ തന്നെ ക്ലിയർ ചെയ്യട്ടെ എഴുതിങ്ങാണ്ട് എന്നിട്ട് ഇറങ്ങിയതാണ്. ചായയുടെയും കഴിഞ്ഞ് ഇതിങ്ങനെ മേലേക്ക് പോയിനും വെയിലുകൊണ്ടേ ഒക്കെ ഉണങ്ങി ഇറങ്ങിയതാണ്. നോക്കാം നിങ്ങൾ, മണി പ്ലാന്റ് ആകെ അങ്ങോട്ട് കാട് മൂടിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ അസർമുല്ലൻ്റെ ചെടി ഉണ്ട് കേട്ടോ. അത് കുറേ ഉണ്ടായിരുന്നു, കുറേ ഞാൻ വലിച്ചൊഴിവാക്കി. പൂ വൈകുന്നേരം ആകുമ്പോൾ നിറച്ച് പൂവുണ്ടാവും, നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ കാട് ഇങ്ങോട്ട് മൂടുകയാണേ. അപ്പോൾ കുറേയൊക്കെ അതുകൊണ്ട് ഒഴിവാക്കിങ്ങാണ്ടേ കുറച്ചൊക്കെ നിർത്തിങ്ങാണ്ട് ബാക്കിയൊക്കെ കൊണ്ട് ഒഴിവാക്കട്ടെ എഴുതിങ്ങാണ്ട് ഇറങ്ങിയതാണ് പൊന്നാര മക്കളെ. അപ്പോൾ മുളകും തൈയൊക്കെ ഉണ്ട് അമ്മ പാകി ഉണ്ടാക്കി വെച്ചിട്ടേ തൈ അയക്കണ്. അപ്പോൾ അതുമൊക്കെ ഒന്ന് പറിച്ച് വെക്കണം. ചമ്മലേ ആ ബദാം ചെടിൻ്റെ ചമ്മലയാണ് ചാടിങ്ങാണ്ട് ആകെ നിറഞ്ഞിക്കണ്. ആകെ ചമ്മലാണ് നിറഞ്ഞിക്കണ്. അതേമാതിരി ചെടിയും ഒക്കെ ഇങ്ങോട്ട് വെട്ടാഞ്ഞിട്ടേ ആകെ ഇങ്ങോട്ട് പടന്ന് തല കീരെ മാറിയിരിക്കണം. ഇതാ മുളകും ചെടി പൂട്ടിക്കണ്, കായ് ഉണ്ടാകാൻ തുടങ്ങിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് വെക്കണം. അവിടെയൊക്കെ ക്ലീനായി. ഇനി അതൊക്കെ ഒന്ന് പറിച്ചങ്ങാണ്ടേ അവിടെ മാറ്റി വെക്കട്ടെ. എല്ലാ ചെടിയും ഉണ്ടാക്കിയെന്ന് ഞാൻ, പക്ഷേ ഒരു സാധനം മണ്ണിലിങ്ങോട്ട് ശരിയായിട്ട് ഉണ്ടായി കിട്ടൂല. പൂവ് കണ്ടില്ലേ, ഇതാണ് കനകാമരം പൂവ്. ആ പൂവ് ഉമ്മ പറിച്ച് കെട്ടും, എനിക്ക് കെട്ടാനറിയില്ല. പറിച്ചു കൊടുത്ത അമ്മ കെട്ടും. തയ്യൊക്കെ പറിച്ചങ്ങാണ്ടേ അപ്പുറത്ത് കൊണ്ട് വെക്കട്ടെ. പൂവ് നോക്കാം നിങ്ങൾ.
പൂട്ട് വലിയ തയ്ക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. മറ്റേ ചെറിയ തയ്യൊക്കെ ഒന്ന് പറിച്ചങ്ങാണ്ട് അവിടെ മാറ്റി വെക്കട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ മുളക്. അത്യാവശ്യമൊക്കെ എപ്പോഴേലൊക്കെ വാങ്ങേണ്ടി വരുള്ളൂ. അതാ ചട്ടി വെച്ചങ്ങാണ്ട് അതിമ്മ പോയി പറിച്ചാൽ അതാവും. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ, പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കനൊന്നും തൊട്ടുള്ളൂണ്ടി. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതിന് നിങ്ങൾ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ അതിനൊരു അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ എന്തായാലും ഉടനെ എഴുതിക്കോളി. നമ്മളെ വീഡിയോക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഫോണിനെ കുറിച്ചും അത്ര വലിയ അറിവില്ല. യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും അറിയില്ല. അതൊക്കെ ഇപ്പം ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കുറവുകൾ നിങ്ങൾ അറിയണ പോലെ പറഞ്ഞു തരുണ്ടി. ഇതൊക്കെ കൂടുതൽ കുറേയാണ് മുളച്ചുണ്ടായിങ്ങാണ്ടേ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചേലും കോലമൊന്നും ഇല്ലാതെ ആകെ പടന്നുണ്ടായിക്കാണ്. അപ്പോൾ അതാണ്ട് ഒഴിവാക്കുക കുറച്ചിങ്ങാണ്ട്. അത് നമ്മളെ സേഫ്റ്റി ടാങ്കാണ്. അപ്പുറത്തേക്കണത് മറ്റുള്ളവരുടെ സ്ഥലമാണ് കേട്ടോ, നമ്മളതല്ല. ആ സേഫ്റ്റി ടാങ്കിൻ്റെ സിമെൻ്റ് ഇട്ടാൽ ലാസ്റ്റ് വരുള്ളൂ നമ്മളത്. പൈപ്പ് കിടക്കണത് നമുക്ക് പൈപ്പിൽ വെള്ളം വരുമ്പോഴേ മോട്ടർ വെച്ചിങ്ങാണ്ട് അവിടെ നിന്ന് അടിച്ചാനാണ്. ഒരു വാഴക്കൊലിയുണ്ട്. ഇതാ കറുവത്ത് മരം, ചെറിയൊരു വാഴക്കൊലിയുണ്ട്. ഒക്കെ നമുക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടാകലുണ്ട് കേട്ടോ. 2 തെങ്ങന്മാരുണ്ട്. അതൊക്കെ നമ്മൾ അടുത്തടുത്ത്, ഇവിടെ ഈ കുറഞ്ഞ സ്ഥലം തന്നെ ഉള്ളൂ വീടില്ലാത്തത്. അടുത്ത് വീടുകളാണ്. പശുക്കളും ഒക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലേക്ക് വന്ന മാതിരി തന്നെയാണ് ഇവിടേക്ക് ഇങ്ങോട്ട് വന്നാൽ. നമ്മൾ ആദ്യം താമസിച്ചതിനോടത്ത് ഇങ്ങനെയല്ലേനു കേട്ടോ, ഫ്ലാറ്റിലേനും. പുറത്തിറങ്ങാനും പറ്റൂല. പുറത്തിറങ്ങിങ്ങാണ്ട് ബാൽക്കണിയിൽ ഇങ്ങനെ നിന്ന് കാണണം പുറത്തേക്ക്. കാരണം കൂടുതൽ പുറത്തിറങ്ങി പോകാൻ കഴിയൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ആ മൈലാഞ്ചി മരം വെട്ടീൻ്റെ അതിൻ്റെ മൈലാഞ്ചിൻ്റെ ഊരിയൊക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതാക്കണം, അരച്ചിടണം നാളെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.